ബിഗ് ബോസിൻ്റെ ചെറിയൊരു അപ്ഡേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം വന്നുകൊണ്ടിരുന്നൊരു ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. അതിൽ 3 കാര്യങ്ങൾ ഞാൻ പ്രത്യേകം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നോട്ട് ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്നത്, പക്ഷേ പേരിൽ മാത്രമുള്ള സീക്രട്ട്, ബാക്കി എല്ലാം പബ്ലിക്കാണ്. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിങ്കടികളും കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രേണു സുധി ബിഗ് ബോസിലേക്ക് കയറിയ സമയത്ത് രേണു സുധി അറിയാമല്ലോ, കൊല്ലം സുധിയുടെ വൈഫാണ്. അപ്പം അവരുടെ ഹസ്ബൻഡ് അകാലത്തിൽ മരിച്ചുപോയ ഒരാളാണ്. അപ്പം അവരുടെ മനസ്സിൽ അയാൾ എപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പം രേണു സുധി കയറിയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? സുധി ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയായിരിക്കും അവരത് പറഞ്ഞത്. പക്ഷേ ഇന്ന് സീക്രട്ട് ഏജൻറ്റ് അതെടുത്തിട്ട് ട്രോളിയിട്ടുണ്ട്. അതായത് ബിഗ് ബോസിൽ മൊത്തത്തിൽ 19 കണ്ടസ്റ്റൻ്റാണുള്ളത്. അതുകൂടാതെ ഒരു കണ്ടസ്റ്റൻറ്റും കൂടെ ഉണ്ട്. അതായത് സുധിച്ചേട്ടനെ വിളിച്ച് കയറിയത് കൊണ്ട് സുധിയും അതിൽ പങ്കെടുക്കുന്നു എന്നുള്ളൊരു അവരെ വളരെ മോശമായിട്ട് ഓളുന്ന രീതിയിലാണ് ഒരു മരിച്ചുപോയ ആളെ പറ്റി ഇങ്ങനെ പറയുന്നത്. ഒട്ടും നിലവാരമില്ലാത്ത അല്ലെങ്കിൽ മനസാക്ഷി ഇല്ലാത്ത ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതാണ് ഒന്നാമത്തെ കാര്യം. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക.